ഈശോയെ നിന്റെ സർവശക്തിയോടും കൂടെ ലൈഫിലെ ടോപ്പ് മോസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് വെച്ച് സ്നേഹിക്കണം. ഭാര്യയേക്കാൾ, ഭർത്താവിനേക്കാൾ, മക്കളെക്കാൾ, അധികാരത്തെക്കാൾ, നിനക്ക് കിട്ടിയ സ്റ്റാറ്റസ്, സൗന്ദര്യം, കഴിവ് എല്ലാത്തിനേക്കാൾ അപ്പുറമായി, മുകളിലായി ഈശോയെ സ്നേഹിക്കണം. ഈശോ ഈ കാര്യത്തിൽ ഭയങ്കര സ്വാർത്ഥതയാണ് കേട്ടോ, ഭയങ്കര സ്വാർത്ഥതയാണ്. തമ്പുരാനെ സ്നേഹിക്കാൻ വേണ്ടി വിളി കിട്ടിയവർ, വൈദികരെ, സന്യസ്തരെ കുറിച്ചല്ല പറയുന്നത്, ടോട്ടൽ കോൾ. ദൈവത്തെ സ്നേഹിക്കാൻ വേണ്ടി പ്രത്യേകം വിളി കിട്ടിയവർ. ഇന്ന് ഈ വചനം കേട്ടുകൊടുക്കുക, നിങ്ങൾ അങ്ങനെ ഒരു വിളി കിട്ടിയവരാണ്. ഇല്ല ഇവിടെ വന്നിരിക്കുവോ? ഇല്ല, നമുക്ക് വേറെ പല വിളികളും കേൾക്കായിരുന്നു. ഈശോയുടെ സ്നേഹം കിട്ടിയവരാണ്. ഈശോ നമ്മൾ ഓരോരുത്തരും ആവശ്യപ്പെടുന്നത് ഒരു കണ്ടീഷൻ ഇല്ലാത്ത, ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്നേഹം. അവിടെ കൊടുത്തു, ഇവിടെ കൊടുത്തു, ബാക്കി കർത്താവ് ഇച്ചിരി സമയം കൊണ്ട് നിന്നെ സ്നേഹിക്കാന്നല്ല. സകല കാര്യത്തിലും ആദ്യം ഈശോയ്ക്ക് പ്രയോറിറ്റി കൊടുക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഈ വിളി തിരിച്ചറിഞ്ഞ, ഈശോയുടെ സ്നേഹം തിരിച്ചറിഞ്ഞ് നമ്മൾ സ്നേഹിക്കാതിരുന്നാൽ നമ്മളായിരിക്കും ഈശോ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത്.